ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലൗഡ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. ഇന്നലെ മഴവിൽ കേരള യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു ലേഡി ഈ പ്രവീൺ ആൻഡ് പ്രണവിനെ വിളിച്ച് ഈ ഒരു വിഷയത്തെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രണവ് എക്സ്പ്ലെയിൻ ചെയ്തത്, ഞാൻ മൃദുലയെ തല്ലിയിട്ടില്ല, അവരച്ഛനെ തല്ലിയതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായത് എന്നൊക്കെ രീതിയിലാണ് പ്രണവ് പറയുന്നത്. പ്രണവിന്റെ കയ്യിൽ ഇതൊന്നും തെളിയിക്കാനുള്ള പ്രൂഫ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രവീണിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞത്, എനിക്ക് കേസിനും വഴക്കിനും ഒന്നും പോകാൻ താല്പര്യമില്ല. ശേഷം മഴവിൽ മനോരമ യൂട്യൂബ് ചാനലിനെതിരെ ഇവർ കേസ് കൊടുത്തു. അതിന്റെ റെസീപ്റ്റ് ആണ് ഇത്. പ്രവീണാണ് കേസ് കൊടുത്തത്. പ്രവീൺ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പ്രവീണിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലൗഡ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട്, അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംബ്ലെയിനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്ലെയിനും ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ കംപ്ലൈൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വക്കീലോ ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചത്. അതും ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം ഒരു റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംബ്ലെയിൻ റിമൂവ് ചെയ്ത് തംബ്ലെയിൻ മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ ആണെന്നോ ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, എന്നെ വിളിച്ച ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെ വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ് ഇപ്പം ചെയ്തത്. അപ്പോൾ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാമോ അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നാണ് പ്രവീൺ പറയുന്നത്. പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ അവർ കാണിച്ചു കൂട്ടിയ ഒരു പരിപാടിയാണിതെന്നാണ് പ്രവീൺ പറയുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രവീൺ തന്നെയാണ് പബ്ലിക്കിന് ഇട്ടുകൊടുത്തത്. അതിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയ ഇത് മുഴുവൻ എടുത്ത് ചർച്ച ചെയ്തത്. അപ്പൊ നമുക്ക് ഒരിക്കലും പബ്ലിക്കിലുള്ള ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നീട് ഈ ഒരു വിഷയത്തെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് കുറെ വിവരദോഷികളായിട്ടുള്ളവന്മാര്. അവരെ നമുക്ക് മൈൻഡ് ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പബ്ലിക് ആക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഞാൻ ഈ ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഈ അടുത്തെങ്ങും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ല വ്യൂസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും എല്ലാവരും ഇതെടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും, അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകും. ഇത് നിങ്ങളുടെ കുടുംബമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണമായിരുന്നു.
നാളെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും ഇവരുടെ വീഡിയോസിന് താഴെയുള്ള ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറുമോ? ഈ പ്രവീണിന്റെ അച്ഛനെയും അനിയനെയും ആളുകൾ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതായിരുന്നു ബെറ്റർ ഓപ്ഷൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.